നമ്മളിപ്പോൾ കണ്ട ഗ്രോ ബാഗിലെ ഇഞ്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതിൻ്റെ ഒരു തൂക്കം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ 2 കിലോ മിനിമം കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട, പിന്നെ കൂടുതൽ കിട്ടുന്നവർ നമുക്ക് അഡീഷണൽ ബോണസാണ് വരുന്നത്. ഒരു ചുവടിന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചുവട് എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചുവടിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അത് മറിച്ച് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പം ഒരു ബെഡിൽ കേട് വന്നു കഴിഞ്ഞാൽ ആ ബെഡ് മുഴുവനും പോകുന്നതായിട്ടാണ് ഇതുവരെയുള്ള എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള അനുഭവങ്ങൾ അതുതന്നെയാണ്. കാപ്പി, അടയ്ക്ക, ഏലം അങ്ങനെയുള്ള നല്ല തൈകളെല്ലാം നമ്മൾ തന്നെയാണ് നേരിട്ട് ചെയ്യുന്ന തൈകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി 100% ഷുവർ ചെയ്യപ്പെടാനുള്ള ഒരു അവസരം കൂടി നമ്മൾക്കിവിടെ ഉണ്ട്. അതുതന്നെ നമ്മൾ ചെയ്യുന്ന തൈകളിൽ ഏറ്റവും ഗുണനിലവാരമുള്ള തൈകൾ മാത്രമാണ് കൃഷിക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ സന്തുഷ്ടർ തന്നെയാണ്. വെച്ച ചെടികളെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പലരും അഭിപ്രായം പറയാറുണ്ട്. വീണ്ടും വന്ന് തൈകൾ വാങ്ങി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ കൂടി നമുക്കിവിടെ ഉണ്ട്. ആമീസ് ഗാർഡനിൽ നമുക്ക് എല്ലാത്തരം കളക്ഷനുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാത്തരം ചെടികളും, ഇൻഡോർ, ഔട്ട്ഡോർ, എല്ലാത്തരം ചെടികളും നമുക്കിവിടെ അവൈലബിൾ ആണ്. പടംപറമ്പും ഇന്നുള്ളത് അമ്പലവയൽ ആമീസ് ഗാർഡനിലാണ്. ആമീസിനെ കുറിച്ച് ചിലപ്പോൾ കേട്ടറിവുണ്ടാവും, കണ്ടറിവുണ്ടാവും, അതുപോലെ വന്ന് പരിചയപ്പെട്ട് ഇവിടുന്ന് ചെടികളൊക്കെ വാങ്ങിയവരുണ്ടാവും. പക്ഷേ ഇന്ന് ഞങ്ങൾ പറയുന്നത് ആമീസ് ഗാർഡനെ കുറിച്ചല്ല. ആമീസ് ഗാർഡനിലെ ബിനീഷേട്ടനെ കുറിച്ചാണ്. അതായത് ആമീസ് ഗാർഡൻ്റെ ഉടമയായ ബിനീഷേട്ടനെ. ഇദ്ദേഹത്തിൻ്റെ കുറേ കൃഷി അറിവുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ്, അതായത് ഇദ്ദേഹം ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാം ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോയിലും അതുപോലെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഫാമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ലേ, പക്ഷേ ബിനീഷേട്ടനെ കുറിച്ച് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ബിനീഷേട്ടൻ്റെ പുറകിൽ കുറേ കഥകളുണ്ട്. അപ്പോൾ ആ കഥകളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ ആനപ്പാറ സ്വദേശിയാണ് ബിനീഷ് ഡൊമിനിക്. കുടുംബത്തിന്റെ കാർഷിക പാരമ്പര്യം പിന്തുടർന്നാണ് ബിനീഷ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഇന്ന് കൃഷിയിലൂടെ തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് മുന്നേറുകയാണ് ഈ യുവ കർഷകൻ. കൃഷിയാണ് തനിക്ക് എല്ലാം നേടിത്തന്നതെന്ന് ബിനീഷ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല കൃഷിയെന്നും ഈ യുവ കർഷകൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് മുന്നിൽ തെളിയിക്കുകയാണ്. ഒരു ചെറിയ കൃഷിയിൽ നിന്ന് തുടങ്ങി പപ്പയും മമ്മിയൊക്കെ ചെയ്ത് കണ്ട പാഠങ്ങൾ പഠിച്ച് വളരെ മുന്നോട്ട് കൃഷിയെ മാത്രം ഇഷ്ടപ്പെട്ട് പണ്ട് കാലങ്ങളിൽ പശുവും ആടും മുയലും കോഴിയും ഇതെല്ലാത്തിനും വളർത്തി കൃഷി രീതിയിലേക്ക് വന്ന ഒരാളാണ്. ഇപ്പം വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിൽ പാട്ടത്തിനെടുത്തും സ്വന്തം സ്ഥലത്തും കർണാടകയിലും പല സ്ഥലങ്ങളിലും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷി പാരമ്പര്യമാണ് എനിക്കുള്ളത്. കൃഷിയാണ് എനിക്ക് എല്ലാം നേടിത്തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, കൃഷി എന്ന് പറയുന്നത് യുവതലമുറയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കൃഷിയിലേക്ക് ഇറങ്ങാനും കൃഷിക്കാർക്ക് ഒരു പെണ്ണ് കിട്ടാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത്. എല്ലാവർക്കും ജോലി വേണം, വിദേശങ്ങളിൽ ജോലി വേണം, ജോലിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കൃഷിക്കാരനുണ്ടെങ്കിൽ മാത്രമാണ് ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. കൃഷി വേണം. കൃഷി എന്ന് പറയുന്നത്, എനിക്ക് കൃഷിയെക്കുറിച്ച് ഞാൻ പറയുന്നൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ, കൃഷിക്ക് ഒരു ബോസ് ഇല്ല. എൻ്റെ കൃഷിയുടെ ബോസ് ഞാനാണ്, എൻ്റെ കൃഷിക്കാരൻ ഞാനാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണുള്ളത്. കർണാടകയിലും ഛത്തീസ്ഗഡിലും ഉൾപ്പെടെ പാട്ടത്തിന് തോട്ടങ്ങളെടുത്ത് ഇഞ്ചി കൃഷി ചെയ്തു വരുന്ന ബിനീഷ് ഇപ്പോൾ ഉൽപാദന ചെലവും ജോലിഭാരവും കുറച്ച് ഇഞ്ചി കൃഷിയിൽ ഒരു പുത്തൻ പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുകയാണ്. നൂതന രീതിയിൽ മണ്ണ് കുറച്ചുള്ള ഗ്രോബാഗ് കൃഷിയാണ് ബിനീഷ് വിജയിപ്പിച്ചിരിക്കുന്നത്. 1500ഓളം ഗ്രോബാഗുകളിലായി ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ബിനീഷ്. ഒരു ഗ്രോബാഗിൽ നിന്ന് മിനിമം 2 കിലോ ഇഞ്ചി വിളവെടുക്കാമെന്ന് ഇദ്ദേഹം പറയുന്നു. നമ്മളിവിടെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ടുള്ളത്
ഏകദേശം ഒരു 1000-1500ഓളം ഗ്രോ ബാഗിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ കുറച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അത് നന്നായിട്ട് സക്സസ് ആയതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വർഷം കുറച്ച് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് കർണാടകയിൽ ഒരു 10-15 വർഷങ്ങളായിട്ട് കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ വെളിച്ചത്തിൽ ഇതൊരു വലിയ നല്ല റിസൾട്ട് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വർഷം കുറച്ച് കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ 15-15ൻ്റെ കവറിൽ ഒരു 2 കിലോയിൽ കൂടുതൽ വിളവ് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും 100% സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് 2 കിലോ വിളവ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏക്കറിലേക്ക് ഏകദേശം 800 ബാഗ് ഇഞ്ചി വിളയിച്ചെടുക്കാൻ പറ്റും. അത് വളരെ സക്സസ് ആയിട്ട് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വിളവാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരേ വിളവാണ്. ഇതിനകത്ത് അങ്ങനെ ഏറ്റക്കുറച്ചിൽ വിളവ് വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള വിളവുകളാണ് നമുക്ക് കിട്ടാറുള്ളത്. ചില സ്ഥലത്ത് കൂടുതൽ വിളവുണ്ടാവും, ചില സ്ഥലത്ത് കുറവ് വളമുണ്ടാകും. പക്ഷേ ഇങ്ങനെ കൃത്യമായിട്ടുള്ള മരുന്നുകളും കൃത്യമായിട്ടുള്ള വളങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വിളവിൽ തന്നെ എല്ലാ ഗ്രോ ബാഗിലും ഏകദേശം ഈക്വാലിറ്റിയിലുള്ള വിളവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഗ്രോ ബാഗിലെ ഇഞ്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഏപ്രിൽ 24-നാണ് ഇഞ്ചി നടുന്നത്. ഏപ്രിൽ 24 നട്ടിട്ട് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇത് സെപ്റ്റംബർ മാസം ഇന്ന് 12-ാം തീയതി ആയിട്ടുള്ളൂ. ഏകദേശം 4 മാസത്തെ വളർച്ചയാണ് ഈ ഇഞ്ചിയിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയും ഇത് വളരാനുണ്ട്. ഇനി 2 മാസത്തെ വളർച്ചയും കൂടി ബാക്കി നിൽക്കുകയാണ്. ഒരുപാട് പൂക്കളും അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇത് ഇഞ്ചിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇത് കാണുമ്പോൾ അറിയാം. ഇതിൻ്റെ ഒരു തൂക്കം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 140-146 അങ്ങാണ്ടാന്ന് തോന്നുന്നു വന്നത് ഒരു ചോട്ടിൽ നിന്നുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കിലോ മിനിമം കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട. പിന്നെ കൂടുതൽ കിട്ടുന്നവരും നമുക്ക് അഡീഷണൽ ബോണസാണ് വരുന്നത്. ഇതാണ് ഇതൊരു ചെറിയ കഷ്ണം. ഇതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് നട്ടിരിക്കുന്ന വിത്ത്. ഞാൻ ഈ വിത്തൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതാണ് നമ്മൾ നട്ടിട്ടുള്ള വിത്ത്. ഈ ഒരു ചെറിയ കഷ്ണം വിത്താണ് നട്ടിട്ടുള്ളത്. ഈ ഒരു വിത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ഏകദേശം ഒരു 60-70 ഗ്രാം മാത്രമാണ് ഈ വിത്തുള്ളത്. ഒരു 60-70 ഗ്രാം 80 ഗ്രാം വരുന്ന വിത്താണ് നമ്മളൊരു ഗ്രോ ബാഗിലേക്ക് നടേണ്ടത്. ഇത് നട്ട് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വളമാണിത്. ഇത് കുറേ കൂടെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ച് നല്ല ജൈവവളങ്ങളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഉണ്ടാകുമെന്നുള്ളതിന് ഉത്തമ തെളിവാണ് നമ്മളിവിടെ നേരിൽ കണ്ട നേർക്കാഴ്ച. അതിനകത്ത് മണ്ണിരേനെ പോലും നമ്മൾ കണ്ടു. ഒരുപാട് മണ്ണിരകൾ ഈ ഗ്രോ ബാഗിനകത്തുണ്ട്. അത് ചാണാനും ചകിരിച്ചോറും നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഇടുന്നതിൻ്റെ വളരെ പ്രത്യേകതയാണ്. ഇത് കെമിക്കലൊന്നും ഉപയോഗിച്ചിട്ടില്ലാന്നതിൻ്റെ ഉത്തമ തെളിവാണ് നമ്മളിതിൽ കണ്ട മണ്ണിരകൾ തന്നെ. ചകിരിച്ചോറാണ് ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിക്ക് മണ്ണിനേക്കാൾ ആവശ്യം. ഒപ്പം കമ്പോസ്റ്റ്, ചാണകം എന്നിവയും നിറയ്ക്കും. വളരെ ചിലവ് കുറവും വരുമാനം കൂടുതലും എന്നുള്ളതും ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്രോ ബാഗ് ഇഞ്ചി കൃഷിക്ക് പ്രാധാന്യമുയർത്തുന്നു. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ ബാഗിലേക്ക് ചെയ്തിട്ടുള്ളത് ചകിരിച്ചോറാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചകിരിച്ചോറും കുറച്ച് മണ്ണ്, നമ്മുടെ ചാണാൻ, മണ്ണിര കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വൽ അനുപാതത്തിൽ ഒരേപോലെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്ന സമയങ്ങളിൽ ഇതിനകത്ത് നിറച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ ഉപയോഗങ്ങൾ കൂടുതൽ കുറയ്ക്കാൻ പറ്റും. ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് കൃഷികൾക്ക് കൂടുതൽ കീടബാധകൾ സംഭവിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ ഈ മണ്ണിൽ നിന്നുള്ള കീടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചകിരിച്ചോറും ഇതും കോക്കോഫിറ്റും ചാണാനും ഇതെല്ലാം കൂടെ ചെയ്യുമ്പം ഇതിനകത്ത് കിട്ടുന്ന വളങ്ങൾ, ഇതിൻ്റെ ഗുണങ്ങൾ, ചാണകത്തിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇഞ്ചി നല്ലൊരു ഗ്രോത്തിലാണ് ഇഞ്ചി വരുന്നത്. നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ, മരുന്നുകൾ, ഇതെല്ലാം വളങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായ അളവിൽ മാത്രം വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ആ വളങ്ങൾ അത് ഏറ്റവും കുറവ് വളം ഒഴിച്ചു കൊടുക്കുമ്പം ആ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ അത് കൃത്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ വിളവും കൂടുതൽ ഈൽഡും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആകെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മണ്ണിന് pH കുറവുള്ള നല്ല മണ്ണ് കുറച്ച് എവിടുന്നേലും എടുത്തിട്ട്
നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഈ പറഞ്ഞ ഒരു 800 ചാക്കോളം 800 ചാക്ക് വിളവെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ആവറേജ് ഒരു മുഴുവൻ 100% കാൽക്കുലേഷൻ അല്ല ഞാൻ പറയുന്നത്. ഒരു ഗ്രോ ബാഗിന് ഏകദേശം ഒരു 50-55 രൂപയാണ് മാക്സിമം നമുക്ക് എക്സ്പെൻസ് വരുന്നത്. 50-55 രൂപയാണ് മാക്സിമം എക്സ്പെൻസ് വരുന്നത്. അതിൽ കൂടുതൽ വരില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഗ്രോ ബാഗിന് 5 രൂപയാണ് ഒരു ഗ്രോ ബാഗിൻ്റെ ചിലവ് വരുന്നത്. പിന്നെ വിത്ത്, വളം, മരുന്ന് എല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ ഒരു 50 രൂപ കൂടുതൽ എന്തായാലും വരില്ല. 2 കിലോ വിളവ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു ഇപ്പോഴത്തെ വില മിനിമം 2000 രൂപ വില വന്നാൽ പോലും നമുക്ക് പ്രോഫിറ്റിലായിരിക്കും നമ്മുടെ കൃഷി അവസാനിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പം ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. ജില്ലയിലെ ഇഞ്ചി കർഷകർ കർണാടകയിലേക്ക് ഉൾപ്പെടെ കൃഷി മാറ്റാനുണ്ടായ കാരണം രോഗം ബാധിച്ച് കേടുകൾ വർദ്ധിക്കുന്നതിനാലാണ്. ഈ പ്രശ്നത്തിനും പരിഹാരമാണ് ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷി. കൂടുതൽ സ്ഥലം ആവശ്യമില്ല എന്നതാണ് ഗ്രോ ബാഗിലെ മറ്റൊരു പ്രത്യേകത. നമുക്കപ്പം ഇതിനകത്ത് ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പം ഏറ്റവും വലിയൊരു മറ്റൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലുണ്ടാകുന്ന കേടുകളാണ്. നമുക്ക് ഇഞ്ചി കൃഷിയിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടാണ്. ഇപ്പോൾ വയനാടിൽ നിന്ന് ആളുകൾ കർണാടകയും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൃഷി ആയിട്ട് പോയതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന മഹാളി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മൂടുചീച്ചൽ, അതുകൊണ്ടൊക്കെയാണ് ആളുകൾ കൂടുതൽ ഇവിടുന്ന് നമ്മുടെ വയനാട്ടിൽ നിന്നെല്ലാം കൃഷി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു നല്ലൊരു പരിഹാരം എന്നുള്ള രീതി കൂടി നമുക്ക് ഈ ഗ്രോ ബാഗിനെ നമുക്ക് ആശ്രയിക്കാൻ കഴിയും. കാരണം വെച്ചാൽ ഒരു ചോടിന് കേട് വരുമ്പം നമുക്ക് കൃത്യമായിട്ടത് വീക്ഷിച്ചു പോകുന്ന ഒരു കൃഷിത്തോട്ടമാണെങ്കിൽ ഒരു ചോടിൽ കേട് വരുമ്പം ആ ചോട് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് മരുന്നൊഴിച്ച് വേണമെങ്കിൽ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കാം. അതിനപ്പുറത്തേക്ക് മറ്റ് ചെടികളിലേക്ക്, മറ്റ് ഗ്രോ ബാഗുകളിലേക്ക് സ്പ്രെഡ് ആവാതെ ഇതിനെ സംരക്ഷിക്കാൻ പറ്റുന്നൊരു വലിയ സവിശേഷത കൂടി ഈ ഗ്രോ ബാഗ് കൃഷിക്കുണ്ട്. ഇത് കേട് ഒരു ചോടിന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചോട് എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചോടിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അത് മറിച്ച് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പം ഒരു ബെഡിൽ കേട് വന്നു കഴിഞ്ഞാൽ ആ ബെഡ് മുഴുവനും പോകുന്നതായിട്ടാണ് ഇതുവരെയുള്ള എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള അനുഭവങ്ങൾ അതുതന്നെയാണ്. അതിനകത്തേക്ക് കൂടുതൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം കേടിന് മരുന്നൊഴിക്കൽ, നമ്മുടെ മണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മണ്ണിലുണ്ടാകുന്ന കെമിക്കൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മണ്ണിൻ്റെ കീടങ്ങൾ നശിക്കുന്നത്, ഇത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ. മരുന്ന് വാങ്ങാൻ എന്ന് വെച്ചാൽ കേടിനൊക്കെ ഒഴിക്കുന്ന മരുന്നുകൾക്കൊക്കെ വലിയ വിലയാണ്. അപ്പോൾ ആ വിലയിൽ നിന്നൊക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇതിന് ഒരുപാട് ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃഷി ചെയ്യാൻ അടിസ്ഥാനമായി കർഷകന് ലഭിക്കേണ്ടത് നല്ല തൈകളും വിത്തുകളുമാണ്. അതിനുവേണ്ടി അമ്പലവയലിൽ ആമീസ് ഗാർഡൻ ആൻഡ് പ്ലാന്റ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനവും ബിനീഷ് ആരംഭിച്ചിട്ടുണ്ട്. 1ാം വർഷത്തിലേക്ക് കടക്കുന്ന ആമീസ് ഗാർഡൻ ഇന്ന് ജില്ലയ്ക്ക് അകത്തും പുറത്തും ഖ്യാതി നേടിക്കഴിഞ്ഞു. പ്രദേശത്തെ 70ഓളം പേർക്കാണ് ബിനീഷ് തന്റെ സംരംഭത്തിലൂടെ തൊഴിൽ നൽകുന്നത്. ആമീസ് ഗാർഡനെ കുറിച്ച് പറയുമ്പോൾ ആമീസ് ഗാർഡൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷക്കാലത്തെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി പോകുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ ഏകദേശം നമ്മുടെ ആമീസ് ഗാർഡനിൽ ഒരു 70ഓളം ചേച്ചിമാർ, ഇവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ള 70ഓളം ചേച്ചിമാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫീസിൽ വണ്ടികളെല്ലാമായിട്ട് നമ്മൾ ഏകദേശം ഒരു 85ഓളം സ്റ്റാഫ് നമുക്കിവിടെ ആമീസ് ഗാർഡനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തോട് കൂടിയിട്ട് അതിന് ഒരു ഭാഗ്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് വളരെ സന്തോഷത്തോടുകൂടിയിട്ടാണ് ഇവിടുന്ന് പോവാറ്. വീണ്ടും വരുന്ന ആളുകൾ വീണ്ടും ആമീസിലേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തന്നെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിലേക്ക് ആമീസ് ഗാർഡൻ മാറിയിരിക്കുകയാണ്. തൈകളും ചെടികളും വാങ്ങുന്നവർക്ക് നടിയിലും പരിചരണവും വളപ്രയോഗങ്ങളിലുമെല്ലാം നിർദ്ദേശം നൽകാൻ ഒരു ടീം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ബിനീഷ്.
ഈ ആമീസ് ഗാർഡൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വന്ന് ചെടികളും തൈകളും വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കൃഷിയെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ചെടി എങ്ങനെ വെക്കണമെന്ന് അറിയാത്ത ആളുകളുണ്ടായിരിക്കും. ഇവർക്കെല്ലാം വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി വന്നാൽ അവരുടെ ഫീൽഡ് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ഫീൽഡിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്കൊരു ടീം തന്നെയുണ്ട്. നമുക്കൊരു BSc അഗ്രി കഴിഞ്ഞ് ബേസിക്കലി BSc അഗ്രി പഠിച്ച് കൃഷിയെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ഒരു ഡോക്ടറേറ്റ് എടുത്ത ആൾ നമുക്ക് ഇവിടെ എപ്പോഴും അവരുടെ സേവനം നമുക്കിവിടെ റെഡിയാണ്. ആമീസ് ഗാർഡൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന തൈകൾ എല്ലാം നല്ല തൈകൾ, പ്രത്യേകിച്ച് കൊടി, കാപ്പി, അടയ്ക്ക, ഏലം അങ്ങനെയുള്ള നല്ല തൈകളെല്ലാം നമ്മൾ തന്നെയാണ് നേരിട്ട് ചെയ്യുന്ന തൈകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി 100% ഷുവർ ചെയ്യപ്പെടാനുള്ള ഒരു അവസരം കൂടി നമ്മൾക്കിവിടെ ഉണ്ട്. അതുതന്നെ നമ്മൾ ചെയ്യുന്ന തൈകളിൽ ഏറ്റവും ഗുണനിലവാരമുള്ള തൈകൾ മാത്രമാണ് കൃഷിക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ സന്തുഷ്ടർ തന്നെയാണ്. വെച്ച ചെടികളെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പലരും അഭിപ്രായം പറയാറുണ്ട്. വീണ്ടും വീണ്ടും വന്ന് തൈകൾ വാങ്ങി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ കൂടി നമുക്കിവിടെ ഉണ്ട്. ആമീസ് ഗാർഡനിൽ നമുക്ക് എല്ലാത്തരം കളക്ഷനുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാത്തരം ചെടികളും, ഇൻഡോർ, ഔട്ട്ഡോർ, എല്ലാത്തരം ചെടികളും നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ ബോൺസായി ചെടി മുതൽ 3.5 ലക്ഷം 4 ലക്ഷത്തിൻ്റെ ചെടികൾ മുതൽ, ബോൺസായി ചെടികൾ മുതൽ, ഫൈക്കസ്, ലെറാട്ട അങ്ങനെയുള്ള വലിയ ചെടികൾ മുതൽ ഏറ്റവും ചെറിയ തോതിലുള്ള ചെടികൾ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നമുക്കിവിടെ ഉണ്ടാവുന്ന തരത്തിലുള്ള എല്ലാ ചെടികളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ചെറിയ തോതിലല്ല, ഏറ്റവും വലിയ തോതിൽ സാധാരണ കസ്റ്റമേഴ്സ് മുതൽ ചെറിയ ഒരു തൈ എടുക്കാൻ വരുന്നവർ മുതൽ ആയിരക്കണക്കിന് തൈകൾ വരെ നമുക്കിവിടെ ആമീസ് ഗാർഡനിൽ അവൈലബിൾ ആണ്. ആമീസ് ഗാർഡനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റൈറ്റിൽ തന്നെ പല വ്യത്യസ്ത സ്ഥാപനങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ വ്യത്യസ്തമായ റേറ്റിൽ, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ആമീസ് ഗാർഡൻ്റെ വലിയൊരു വിജയത്തിൻ്റെ കാരണം. പൂച്ചെടികൾക്കായി ദിനവും ആമീസ് ഗാർഡനെ സമീപിക്കുന്നത് നിരവധി പേരാണ്. വ്യത്യസ്ത ഇനത്തിലുള്ള പൂച്ചെടികൾ ആമീസ് ഇവിടെ എത്തുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട്. കമേലിയ, യെസ്റ്റർഡേ ടുഡേ, ലോറ പെറ്റലം, ലോട്ടസ് മുതലായ പല പ്ലാന്റുകളും ഞങ്ങൾക്കിവിടെ ഉണ്ട്. എല്ലാം ഫ്ലവറിങ് പ്ലാന്റുകളാണ്, വളരെ ഭംഗിയുള്ളതാണ്. അത് വിവിധ റേറ്റിൽ വിവിധ ഐറ്റംസിൽ വളരെ സെക്ഷനായിട്ട് തിരിച്ച് വളരെ വൃത്തിയായിട്ട് ഞങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ആമീസ് ഗാർഡനിൽ ചെടികൾ മാത്രമല്ല, പശുവും പോത്തും മുയലും കോഴിയും താറാവുമൊക്കെയുണ്ട്. നഴ്സറിയിലേക്ക് ആവശ്യമായ വളം ഈ തൊഴുത്തിൽ നിന്ന് ലഭിക്കും. പശുവിൻ്റെയും പോത്തിൻ്റെയും ചാണകവും മൂത്രവുമാണ് ഇവിടെ ചെടികൾക്കുള്ള വളമായി മാറുന്നത്. എന്നുവെച്ചാൽ നമ്മളിവിടുത്തെ പശുവിൻ്റെയും പോത്തിൻ്റെ ചാണകമാണ് മെയിനായിട്ടും കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് നല്ല ആൾക്കാരും വരുന്നുണ്ട് ഇതിലേക്ക്. എന്ന് വെച്ചാൽ വേറെ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കലില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാണകമൂത്രം മാത്രമേ ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ നല്ല ഫലപുഷ്ടി, നല്ല ആരോഗ്യത്തിലാണ് എല്ലാ ചെടികളും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കുറേ ആൾക്കാർ അത് കണ്ടിട്ടാണ്, ഈ മരുന്ന് ഒഴിക്കുന്ന കണ്ടിട്ടാണ്, മരുന്ന് വെച്ചാൽ ചാണകം ഇതും ഒഴിക്കുന്ന കണ്ടിട്ടാണ് ആൾക്കാർ വന്നിവിടെ വാങ്ങുന്നത് തന്നെ. നമ്മൾ 2 മിക്സ് ആക്കുകയാണെങ്കിൽ 200 ഡ്രമ്മിൽ 3 വട്ട ചാണകവും 1 ബക്കറ്റ് മൂത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് അത് മിക്സാക്കിയിട്ട് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും മുതൽക്കൂട്ട്. തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഒരു ഉടമയുടെ ഉത്തരവാദിത്വവും. ഇതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് ആമീസിൽ കാണാൻ കഴിയുക. പക്ഷേ ഞങ്ങളിവിടെ 10-70 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല എല്ലാവരും ഒരേ കുടുംബം പോലെ നല്ല സ്നേഹത്തോടെ എല്ലാം ഒരുപോലെയാണ്. അവിടെ വേർതിരിവുകളൊന്നുമില്ല. എല്ലാം ഇവിടെ അടുത്ത ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ് എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. വെച്ചാൽ അവർ നല്ലപോലെ ആത്മാർത്ഥമായിട്ടും എല്ലാം നല്ല സഹകരിച്ചാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ആമീസ് ഇത്രമാത്രം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
ഇവിടെ ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്കും ഇവിടെ പല നിറയ്ക്കാനായിട്ടും സെയിൽസിലായിട്ടും അങ്ങനെ പല രീതിയിലായിട്ട് അക്കൗണ്ട്സിലേക്ക് അങ്ങനെ വിവിധ തരത്തിലേക്കാണ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത്. അതിനൊരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ സെയിൽസ് സ്റ്റാഫുണ്ട്, അവരെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളിലേക്കും കാണിച്ചു കൊടുത്ത് അതിൻ്റെ വില എന്താണ്, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കും. അവിടെ അവരെല്ലാ സ്ഥലങ്ങളിലും വന്ന് ബില്ലിങ്ങിൽ വരെ ബില്ലിങ്ങിലുണ്ടാവും. അതുപോലെ ഒരു കസ്റ്റമർ പോകുന്നത് വരെ അവരെ അത് ഹാൻഡിൽ ചെയ്ത് നല്ലപോലെ സന്തോഷകരമായിട്ടാണ് വിടാറ്. ജീവനക്കാർക്കും നഴ്സറി സന്ദർശിക്കാൻ എത്തുന്നവർക്കും രാവിലെയും വൈകിട്ടുമുള്ള ഭക്ഷണം ഫാമിലി അടുക്കളയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഒരുമിച്ചിരുന്ന് തമാശകൾ പങ്കുവെച്ച് ഭക്ഷണം കഴിച്ച് ആത്മസംതൃപ്തിയോടെയാണ് ഓരോ ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നത്. ആമീസിന്റെ രുചി അറിയാൻ ഉച്ചഭക്ഷണത്തിന് ബിനീഷിനും ജീവനക്കാർക്കുമൊപ്പം ഞങ്ങളും പങ്കുചേർന്നു. ബിനീഷുമായി സംസാരിക്കാം. ഫോൺ 94 48 57 14 17.